ലഹരിക്കെതിരായ പോരാട്ടത്തിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 24ന്റെ പ്രവർത്തനങ്ങളെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ 24ന്റെ എല്ലാ പിന്തുണയും ചീഫ് എഡിറ്ററും ഉറപ്പു നൽകി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ മുന്നണി പോരാളിയായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെയായിരുന്നു രമേശ് ചെന്നിത്തല SKNനെ തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ചത്. ലഹരിക്കെതിരായ 24ന്റെ പ്രവർത്തനങ്ങളെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചു. ശ്രീകണ്ഠൻ നായർ നടത്തിയ ഒരു ലഹരി യാത്രയില്ലേ, അതൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായരെ കൂടി തൂഫാൻ വാരിയറായി ഞാനിവിടെ വെച്ച് വെർച്വലായി പ്രഖ്യാപിക്കുകയാണ്. 24 ഈ കാര്യത്തിൽ വളരെ മുമ്പ് തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തൂഫാൻ വാരിയറാക്കിയതിൽ സന്തോഷമുണ്ടെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 24 എല്ലാ പിന്തുണയും നൽകുമെന്നും ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം വിർച്വലായിട്ട് എന്നെ വാരിയറാക്കിയെന്ന് പറയുന്നു. എന്നാലും ഞാനത് സ്വീകരിക്കുന്നു. വളരെ സന്തോഷം. തീർച്ചയായിട്ടും 24 എല്ലാ കാലവും ഈ മയക്കുമരുന്നിനെതിരായിട്ട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നു. ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിൽ കഴിഞ്ഞ വർഷം നടത്തിയ SKN40 അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു. SKN നടത്തിയ പോരാട്ടം നമുക്കെല്ലാവർക്കും മാതൃകയായി. ആ പോരാട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ പരിപാടി ആലോചിച്ചത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ നാടിനെ തകർക്കുന്ന ലഹരിക്കെതിരായി ഒരുമിച്ച് നിൽക്കണം. 2025 മാർച്ച് 16 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച SKN40 അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിലാണ് സമാപിച്ചത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.